ഈ ടിനി ടോമിനില്ലേ, അല്ലെങ്കിലും ആ മാന്യ വ്യക്തിക്ക് ചില ആളുകളെ മാത്രം തീവ്രവാദിയാക്കല് അയാളുടെ സ്വഭാവമാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സിനിമാ നടിയായ അൻസീബ ഹസനെ തീവ്രവാദിയാക്കി, ജിഹാദിയാക്കി. അതിന് കുറച്ചു നാൾ മുമ്പ് നമുക്കറിയാം, ബാംഗ്ലൂരിൽ ഒരു ഇഷ്യൂ, ഒരു മുസ്ലിം ഓട്ടോ തൊഴിലാളിയെ തീവ്രവാദി എന്ന് വിളിച്ചതിന് അവിടെ പ്രശ്നമുണ്ടാകുകയും ആളുകൾക്ക് പിടിച്ച് അടി കൊടുക്കുകയും അയാൾ അവിടെ വെച്ച് മാപ്പ് പറയുന്ന സീനൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. സബ്ജക്റ്റ് ഇതാണ്. അമ്മ, ആർട്ടിസ്റ്റ് ഓഫ് മലയാളം മൂവി അസോസിയേഷൻ, അമ്മയിൽ പോലും മതം തിരികെ കയറ്റിയിരിക്കുകയാണ്. ഇപ്പോ മതമാണ് അമ്മ അസോസിയേഷനിലെ പൊട്ടിത്തെറിക്കും ഒപ്പം തന്നെ അവിടെ ഭരിക്കുന്നതിന്റെ അടിസ്ഥാനം പോലും സത്യം പറഞ്ഞാൽ മതം 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 മാത്രമാണെന്ന് ഞാൻ പറയും. അതായത് നമുക്കറിയാം, കുറച്ചു നാൾ മുമ്പ് വരെ മഹാന്മാരായ നടന്മാർ ഇരുന്ന, അതായത് ലോക സിനിമയിലെ അഭിനയ കുലപതികളെ എടുത്താൽ അതിൽ വിരലെണ്ണി തിട്ടപ്പെടുത്താവുന്ന, അല്ലെങ്കിൽ അങ്ങനെ എടുത്ത് ലോക സിനിമയിലേക്ക് കാണിക്കാവുന്ന മലയാള സിനിമയിലെ അഭിനേതാക്കൾ എത്രയോ പേരുണ്ട്. മരണപ്പെട്ടു പോയവരുണ്ട്, ജീവിച്ചിരിക്കുന്നവരുണ്ട്. അവരൊക്കെ ഇരുന്ന വളരെ മഹത്തായ ഒരു സംഘടനയായിരുന്നു അമ്മ എന്ന് പറയുന്ന ഒരു അസോസിയേഷൻ. നമുക്കറിയാം, ഇന്നസെന്റ് ആണെങ്കിലും മമ്മൂട്ടി ആണെങ്കിലും മോഹൻലാൽ ആണെങ്കിലും അവരൊക്കെ വളരെയേറെ റെസ്പെക്റ്റോടും ഉത്തരവാദിത്തോടും കൊണ്ടുപോയ ഒരു സംഘടന. ഇന്ന് അതിന്റെ അവസ്ഥ എന്ന് പറയുന്നു, ഇന്ന് ആ അമ്മ സംഘടന അവസ്ഥ എന്താണെന്നറിയാവോ? പേപ്പട്ടിക്ക് പോലും വിലയില്ലാത്ത ഒരു അസോസിയേഷനായി, അസോസിയേഷൻ മെമ്പേഴ്സ് ഉള്ള ഒരു സംഘടനയായി അമ്മ എന്ന് ഞാൻ പറയുന്നില്ല, AMM എന്ന സംഘടന മാറിയിരിക്കുന്നു. സത്യത്തിൽ ദുഃഖമുണ്ട് കേട്ടോ. അതായത് ഇപ്പോഴുള്ള മതവെറിയന്മാരായ, മതം തന്നെയാണ് ഭരിക്കുന്നത്, തീർച്ചയായിട്ടും പറയാൻ കഴിയും. ഫോർ എക്സാമ്പിൾ പറയാം, അൻസീബ ഹസന്റെ കാര്യം തന്നെ എടുത്ത് നോക്കൂ. അവരിപ്പോ നിയമ പോരാട്ടത്തിൽ, അമ്മയിൽ അവർക്ക് ന്യായമായ നീതി കിട്ടാത്തത് കൊണ്ട് അവർ നിയമ നടപടിക്ക് ഇറങ്ങി തിരിച്ചു. കഴിഞ്ഞ ദിവസം ഈ ടിനി ടോം എന്ന് പറയുന്ന ആ മനുഷ്യൻ, അയാളെ കുറിച്ച് ആദ്യത്തെ പരാതിയല്ല, ഇതിനു മുമ്പ് പരാതികൾ വന്നിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ചാൾ മുമ്പ് ബാംഗ്ലൂരിൽ ഓട്ടോക്കാരൻ ഒരു മുസ്ലിം ഓട്ടോക്കാരനെ തീവ്രവാദി എന്ന് വിളിച്ച സംഭവം നമുക്കറിയാം. ഇപ്പോ സെയിം പരാതി തന്നെ അൻസി ബാസനും പറയുന്നു, മറ്റു നടിമാരും പറയുന്നു. ഈ ടിനി ടോം എന്ന് പറയുന്ന ആള് ക്രിസംഖ്യയാണെന്നുള്ളത് 100% ഉറപ്പാണ്, അല്ലെ? ഈ എത്ര അകത്തൊളിപ്പിച്ചു വെച്ചാലും ചില സമയത്ത് അതിങ്ങനെ തികട്ടി വരുമെന്ന് സുരാജ് വഞ്ഞാറമോട് പറയുന്ന പോലെ, അങ്ങനെ തികട്ടി വരുന്ന സമയത്ത് വിളിച്ചു പോകുന്ന, അല്ലെങ്കിൽ വിളിക്കുന്ന വാക്കുകളാണ് ഇതൊക്കെ. അയാളുടെ മനസ്സിൽ ഉള്ളിലുണ്ട്, മുസ്ലിങ്ങൾ തീവ്രവാദികളാണെന്നുള്ള മനസ്സിൽ ഉത്ഭവത്തിലുണ്ട്, അതിങ്ങനെ തികട്ടി വരുന്നതാണ്. ഈ ഹൻസീബ ഹസനെ പോലുള്ള ആളുകൾ, അല്ലെങ്കിൽ അവരെ കൂടെ നിൽക്കുന്ന ആർട്ടിസ്റ്റുകൾ ഒക്കെ ഇയാൾക്കെതിരെ പരാതിയായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞത്, ഈ അമ്മ എന്ന് പറയുന്ന സംഘടന ടോട്ടലി നശിച്ചു കഴിഞ്ഞു. ഇനി അതുകൊണ്ട് ഈ ഇപ്പോഴുള്ള ആർട്ടിസ്റ്റുകൾ, ഇപ്പോൾ ഭരിക്കുന്ന അമ്മ എന്ന സംഘടനയിലെ ആർട്ടിസ്റ്റുകൾ, അവർക്കൊന്നും ഒരു കഴിവുമില്ലെന്നേ സംഘടന കൊണ്ടുപോകാനോ അല്ലെങ്കിൽ അത് നേരായ വഴിക്ക് നയിക്കാനോ ഒന്നും കഴിയില്ല. നശിച്ചു വെണ്ണീറായി. അത് നല്ലൊരു സംഘടനയായിരുന്നു അമ്മ അസോസിയേഷൻ. സത്യം പറയല്ലോ, മമ്മൂട്ടി, മോഹൻലാൽ, ഇന്നസെന്റ് ഒക്കെ ഇരുന്ന അറിയാലോ എങ്ങനെ റെസ്പെക്റ്റ് ആയിരുന്നു അവരോടൊക്കെ, ആ സംഘടനയോടൊക്കെ. പക്ഷെ ഇപ്പോ പേപ്പട്ടിക്ക് തുല്യമായിട്ട് നമ്മളല്ല, മലയാളം തന്നെ കാണുന്നത്, കേരളം തന്നെ കാണുന്നത് ആ അവസ്ഥയിലേക്ക് ആ സംഘടന മാറി. ഇനി പറയാനുള്ള കാര്യം, ഈ തീവ്രവാദി പട്ടം നൽകുന്ന കൊട്ടേഷൻ ടിനി ടോം താങ്കൾക്ക് ആരാണ് തന്നത്? മുസ്ലിങ്ങൾ തീവ്രവാദികളാണെന്ന് താങ്കളുടെ ഉത്ബോധം താങ്കൾക്ക് ആരാണ് അങ്ങനെ പഠിപ്പിച്ചത്? തീർച്ചയായും ഇത്തരം കാര്യങ്ങളൊക്കെ താങ്കളുടെ ഉള്ളിൽ നിന്ന് വരുന്ന വിഷത്തിൽ നിന്നുണ്ടാവുന്നതാണ്. അതൊക്കെ മാറ്റി വെച്ചേക്കണേ. അതിലേക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. നമുക്കറിയാം, കറകളഞ്ഞ ഒരു സംഖ്യയാണല്ലോ ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന ഒരു സ്ത്രീ. കുറച്ച് സിനിമയിലൊക്കെ പണ്ടൊക്കെ അഭിനയിച്ചു എന്ന പേരിൽ ഇപ്പോ ആളുകൾക്കിടയിൽ ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന ഒരു സ്ത്രീ ഉണ്ട്. അവർ പക്ക സംഖ്യയാണ്, നമുക്കറിയാം. അവർ ഈ ടിനി ടോമിന് സപ്പോർട്ടുമായിട്ട് വന്നിട്ടുണ്ട് ഹൻസീബ ഹസനെതിരെ. അതിനെ അറിയാം നമുക്ക് എങ്ങനെയാണ് ഒരു മുസ്ലിമിന് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ സംഖ്യകളിൽപ്പെട്ട ചില ആളുകൾ, മുസ്ലിങ്ങൾ എത്ര ന്യായമുണ്ടെങ്കിലും അതിനെതിരെ, അവർക്കെതിരെ സംസാരിക്കുകയും രംഗത്ത് വരികയും ചെയ്യുന്ന അതിലുള്ള ഒരാളാണ് ഈ ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന സ്ത്രീ. അപ്പൊ അത്തരത്തിലുള്ള ആളുകളോട് പറയാനുള്ളത്, അടങ്ങ് നിങ്ങളങ്ങ്. ഇവിടെ ഇന്ത്യയിൽ നിനക്കും എനിക്കും ഇവിടെയുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് എല്ലാവർക്കും തുല്യ അവകാശമുള്ള, സ്വാതന്ത്ര്യമുള്ള, എല്ലാത്തിലും ഈക്വാലിറ്റി ഉള്ള ഒരു നിയമഘടനയും ഭരണഘടനയാണ് നമുക്കുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ പട്ടം ചുമത്തി കൊടുക്കലും ഈ നെറ്റിപ്പട്ടം കെട്ടലും ഒക്കെ കയ്യിൽ വെച്ചിരുന്നാൽ മതി. മനസ്സിലായോ? നീ ടിനി ടോം അല്ല, ലക്ഷ്മിപ്രിയല്ല, ആരാണെങ്കിലും ഇവിടെയുള്ള ഒരു മനുഷ്യന്റെ മേലിലും, അതിന് ഏത് മതക്കാരനും ആയിക്കോട്ടെ, ആരുടെ മേലിലും ജിഹാദി പട്ടോ അല്ലെങ്കിൽ തീവ്രവാദി പട്ടോ നിങ്ങൾ കെട്ടിക്കൊടുക്കാൻ നിൽക്കണ്ട. കാര്യം നിനക്കും എനിക്കും എല്ലാം ഇവിടെ ഒരേ അവകാശമാണ് ഉള്ളത് ഈ നാട്ടില്. മനസ്സിലായോ? പിന്നെ അമ്മ സംഘടനയെ കുറിച്ച് പറയുകയാണെങ്കിൽ, സത്യത്തില് ഇതൊക്കെ പിരിച്ചു വിട്ടട്ടെ. ഇപ്പോഴുള്ള ആളുകളൊക്കെ ഒന്ന് എടുത്ത് നിങ്ങളൊക്കെ മാറിയിട്ട്, കുറച്ചുനാൾ മുമ്പ് ഇരുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ,
അല്ലെങ്കിൽ വിവരവും വിദ്യാഭ്യാസമുള്ള ആളുകളൊക്കെ ഉണ്ട്, അവരെയൊക്കെ അതിനകത്ത് കൊണ്ടുപോവാം. ഇപ്പോൾ ആളുകളൊക്കെ മാറി വിവരവും വിദ്യാഭ്യാസവും മാന്യതയും ഒക്കെയുള്ള ജിഹാദിയൊന്നും വിളിക്കാത്ത ആളുകളെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തി അസോസിയേഷൻ നല്ലൊരു പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് പഴയ പോലെ നമ്മുടെ ഇന്നസെന്റ് ഏട്ടനും അതുപോലെ തന്നെ മമ്മൂട്ടി മോഹൻലാലൊക്കെ ഇരുന്ന പോലെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ, അത് കൊണ്ടുവരാനുള്ള ശ്രമം നിങ്ങൾ നടത്തും. അല്ലാതെ ഈ പേപ്പട്ടി പരിപാടി കാണിച്ച് ആളുകളെ മലയാള സിനിമയെ നാണം കെടുത്താതെ ഒന്ന് നന്നാവാൻ നോക്ക് കേട്ടാ.